ഇത് നമ്മുടെ ചിക്കൻ മാക്രോണി ഉണ്ടാക്കുന്നതിന് നോക്കാം. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 225 ഗ്രാം മാക്രോണി എടുത്തിട്ടുണ്ട്. ഈ മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. ഈ ചിക്കൻ്റെ പീസുകൾ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. ചിക്കൻ വറുത്തെടുക്കാൻ പോണതിന് മുമ്പ് ഇതിലേക്ക് കോൺഫ്ലവറും സോയാ സോസും കൂടിയും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, സോയാ സോസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ചിക്കനിലേക്ക് ചേർക്കുമ്പോൾ ഇതിൻ്റെ അളവ് പറയാം. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ ഒരു മീഡിയം സവോള ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചിയും ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിവിടെ ഒരു മീഡിയം പീസ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഒരു 5 വലിയ വെളുത്തുള്ളി അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഞാനിവിടെ ഗ്രീനും എടുത്തിട്ടുണ്ട്, റെഡും എടുത്തിട്ടുണ്ട്. അതും ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം സവോളയും ഇതേപോലെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് മുളകാണ്. ഞാനിവിടെ മുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നാണെങ്കിൽ മുളകിൻ്റെ പൊടി ചേർക്കുക, അല്ലെങ്കിൽ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. കുരുമുളകിൻ്റെ പൊടി വേണം. പിന്നെ ഞാനിവിടെ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കോണും എടുത്തിട്ടുണ്ട്, ക്യാരറ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ബീൻസ് വേണമെന്നുണ്ടെങ്കിൽ ബീൻസും ചേർക്കാം. ആ ക്യാരറ്റൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇത് വളരെ കുറച്ച് ചേർത്താൽ മതി വെജിറ്റബിൾസ്. 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി കുറച്ച് ചെറിയ പീസായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. സോയാ സോസും വേണം. സോയാ സോസ് ചിക്കൻ വറുത്തെടുക്കുമ്പോൾ വേണം. പിന്നെ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്കും ചേർക്കാൻ വേണ്ടിയിട്ട് സോയാ സോസ് വേണം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചിക്കൻ മാക്രോണി ആക്കാന്ന്. ഈ മാക്രോണി വേവിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടിട്ട് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ കുറച്ച് ഓയിലും ചേർക്കുക. ഓയിൽ ചേർത്തിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ മാക്രോണി വെന്ത് കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് കട്ട പിടിച്ച പോലെ കിടക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർക്കുക. കുറച്ച് ഓയിൽ ചേർത്താൽ മതി. മാക്രോണി ചേർക്കാം. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിടുക. തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തിളച്ച് പോകും. അപ്പോൾ മാക്രോണി വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറ്റി കളയണം. അപ്പോൾ എന്ത് സാധനവും നമ്മൾ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വെള്ളം ഊറ്റി കളയണം. ആ വെള്ളത്തിലിട്ട് വെക്കരുത്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയാം. ഈ തക്കാളി മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് തക്കാളി ഞാനിവിടെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ തക്കാളി മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് കോൺഫ്ലോറും സോയാ സോസും ഒന്ന് മിക്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ചിക്കൻ ചേർക്കുക. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കുക. ഒരു നുള്ളു ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ സോയാ സോസ് ചേർക്കുന്നതിന് ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കനിലേക്ക് സോയാ സോസും കോൺഫ്ലോറും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് കുറച്ച് നേരം മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിലിലേക്ക് ചിക്കൻ ചേർക്കുക. ചേർക്കുമ്പോൾ ഇങ്ങനെ ഓരോ പീസായിട്ട് ചേർക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം ചിക്കൻ ഇടാൻ വേണ്ടിയിട്ട്. വറുത്തെടുക്കുക. ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് വേവും. ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ചിക്കൻ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ഈ ചിക്കൻ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് നേരം ഇട്ടിട്ട് മൊരിയിച്ചെടുക്കരുത്. ഒരുപാട് നേരം ഇട്ടിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഭയങ്കര ഹാർഡായി പോവും. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടുക. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം മറ്റേ സൈഡ് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ ചിക്കൻ പൊരിഞ്ഞിട്ടുണ്ട്. ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഈ സെയിം ഓയിലിലേക്ക് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എടുക്കുമ്പോൾ ഓയിൽ കൂടുതലുണ്ടെങ്കിൽ ഓയിൽ മാറ്റാം. ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം വയ്ക്കുക. ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. സവാള ഇപ്പോൾ ചേർക്കണ്ട.
വെളുത്തുള്ളിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയണം. സവോളയും ക്യാപ്സിക്കവും നമുക്ക് അധികം വേവിക്കാണ്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കാത്തത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പൊടി ഇതിനകത്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് മുളക് ചേർക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്ത് വെച്ചങ്ങനെ മുളകാണ് ചേർക്കുന്നത്. ഈ മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മുളക് കൂടുതൽ ചേർക്കുന്നുണ്ട്. ഈ കുരുമുളകും ചേർക്കാം, അതും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ മുളകും കുരുമുളകും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിയണം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇപ്പോൾ മുളകിൻ്റെ പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. വെജിറ്റബിൾസ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചേർക്കണമെങ്കിൽ ബീൻസും കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലായിരിക്കും അത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാം. ഈ വെജിറ്റബിൾസ് ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് മൊരിച്ച പോലെ എടുക്കാം. ഇത് മൂടി വയ്ക്കണ്ട, ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി ഈ വെജിറ്റബിൾസ്. ഇപ്പോൾ ഈ ക്യാരറ്റും കോണും ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് പതുക്കൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞു പോകണ്ട. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ തക്കാളിയുടെ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തക്കാളിയുടെ പേസ്റ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ പേസ്റ്റ് നന്നായിട്ട് വെന്തില്ലെങ്കിൽ നിങ്ങളുടെ മാക്രോണിക്ക് ഒരു തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് വരും. ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ ഈ തക്കാളിയുടെ പേസ്റ്റ് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോളയും ക്യാപ്സിക്കവും ചേർക്കാം. ക്യാപ്സിക്കം ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കനും ഈ സവോളയുടെയും ക്യാപ്സിക്കത്തിൻ്റെയും കൂടെ തന്നെ ചേർക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ സവോളയും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ടൊന്ന് ചൂടാവും. ഇതിലേക്ക് സോയാ സോസ് ചേർക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ നന്നായിട്ട് കൂട്ടി വയ്ക്കണം. ഇതിലേക്ക് നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ഈ സോയാ സോസ് ചേർക്കണതിനും ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി. ഏറ്റവും ലാസ്റ്റ് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം പിന്നെ നോക്കിയിട്ട് ചേർത്താൽ മതി. ഈ ക്യാപ്സിക്കം സവോളയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാക്രോണി ചേർക്കാം. നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കണം. അപ്പോഴായിരിക്കും ഈ മാക്രോണിയിൽ നിന്ന് ഈ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കാം. അപ്പോൾ മാക്രോണി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ചെയ്തു. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്യാം. ഇപ്പം ചിക്കൻ മാക്രോണി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഈ ചിക്കൻ മാക്രോണി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതിലേക്ക് കുറേ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഈ ചിക്കൻ മാക്രോണി ഉണ്ടാക്കരുത്. അപ്പോൾ അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ആ തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുമ്പോൾ തക്കാളി പേസ്റ്റ് ഏറ്റവും ആദ്യം നന്നായിട്ട് വേവണം. തക്കാളി പേസ്റ്റ് നന്നായിട്ട് വെന്തില്ലെങ്കിൽ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം സവോളയൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് നേരം ഇട്ടിട്ട് വെന്ത് ആ ക്യാപ്സിക്കം സവോളയൊന്നും കുഴഞ്ഞു പോകരുത്. ആ ക്യാപ്സിക്കം സവോളയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം. അപ്പോഴായിരിക്കും ഈ ചിക്കൻ മാക്രോണിക്ക് ടേസ്റ്റ് ഉണ്ടാവുക.